ഹലോ നീറ്റ് ആസ്പിറൻസ്. എടാ, നമ്മൾ ഈ സെഷനിൽ ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വാരിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ നീറ്റ് എക്സാമിനേഷന് ഈ ജെനറ്റിക്സ് 1 അല്ലെങ്കിൽ ജെനറ്റിക്സ് 2 എന്നറിയപ്പെടുന്ന മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഈ രണ്ട് ചാപ്റ്ററിന് കൂടി ഏകദേശം 10 to 12 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കല്. സോ അത്രയ്ക്ക് വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ അല്ലേ. വെയിറ്റേജ് കൂടിയ ചാപ്റ്ററിന് നമ്മൾ ചെയ്യുന്ന MCQസിന്റെ നമ്പറും നമ്മൾ കൂട്ടി ചെയ്യാനും വേണ്ടി എൻ്റെ മക്കൾ ശ്രമിക്കണം കേട്ടോ. സോ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മാക്സിമം MCQസിലേക്കാണ്, ആ മോഡിലേക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ബയോളജിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് തിയറി റിവൈസ് ചെയ്യുക, എന്നിട്ട് ഒരുപാട് MCQs പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ്. ഒരുപാട് തിയറി കാര്യങ്ങളിലേക്ക് ഇനി പോകാതെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അടിപൊളിയാക്കുകയും നമ്പർ ഓഫ് MCQs ചെയ്ത് പഠിക്കേണ്ട സമയം കൂടിയാണ്. മോക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ട സമയം കൂടിയാണ് കേട്ടോ. സോ നമുക്ക് ഈ സെഷനിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? എൻ്റെ മക്കൾ റെഡി അല്ലേ? സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വിച്ച് ഈസ് മിസ്മാച്ച്? തന്നിരിക്കുന്നതിൽ മിസ്മാച്ച് ഏതാണെന്നാണ് നമുക്ക്, അതായത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ നമുക്കറിയാം F1 പ്രോജനി അല്ലേ ക്യാപിറ്റൽ T സ്മോൾ t എന്നുള്ളത്. അത് അതിനോട് തന്നെ സെൽഫ് പോളിനേറ്റ് ചെയ്താൽ നമുക്ക് F2 കിട്ടൂലേ? അപ്പൊ ഒരു 3:1 എന്ന് കൊടുത്തു. സോ ഇതെന്താണ്? ഇത് മോണോ ഹൈബ്രിഡ് 3:1, 3 ടോളും 1 ഡോർഫ് എന്നല്ലേ പഠിക്കുന്നത്. സോ മോണോ ഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ്. മോണോ ഹൈബ്രിഡ് ഫിനോട്ടിപ്പിക് റേഷ്യോ. സോ ആ സ്റ്റേറ്റ്മെന്റ് മിസ്മാച്ച് അല്ല, കറക്റ്റ് ആണ്. ഇനി F1 പ്രോജനി ദാറ്റ് ഈസ് ക്യാപിറ്റൽ T സ്മോൾ t ഹൈബ്രിഡിനെ അതിന്റെ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യാണ്. F1 പ്രോജനിയെ അതിന്റെ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യാണ്. ഇവിടെയുള്ള ഗാമറ്റ് ഈ രണ്ടാൾക്കാരുടെ ഇവിടെ ഇതല്ലേ. അപ്പൊ ഇയാളിലേക്ക് വന്നാൽ ക്യാപിറ്റൽ T സ്മോൾ t വരും, ഇയാളിലേക്ക് വന്നാൽ സ്മോൾ t വരും. ഇത് ടോളാണ്, ഇത് ഡോർഫ് ആണ്. സോ അവരുടെ റേഷ്യോ വരുന്നത് 1:1 അല്ലേ. ദാറ്റ് ഈസ് മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ. എടാ, മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ 1:1 അല്ലേ. പക്ഷെ ഇവിടെ 2:1 ആണ് കൊടുത്തത്. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ മിസ്മാച്ച് ഏതാന്ന് ഇപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഇസ് റൈറ്റ് ആൻസർ. സോ മറ്റേതിലേക്ക് നമുക്ക് പോവാം. മറ്റേത് എന്തുകൊണ്ട് കറക്റ്റ് ആയെന്ന് നോക്കണ്ടേ. ഇത് എന്താണ്? F1 പ്രോജനിയെ അതിന്റെ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്ത്, പക്ഷേ ഇത് ക്രോസ് ചെയ്താണ് ഡൈഹൈബ്രിഡ് അല്ലേ. സോ 1:1 ദാറ്റ് ഈസ് ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ ആണ് അതല്ലേ. അതുപോലെ F1 പ്രോജനിയെ അതിനോട് തന്നെ സെൽഫ് പോളിനേറ്റ് ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെതല്ലേ. സോ ഇതെന്താണ്? ഡൈഹൈബ്രിഡ് എന്ത് റേഷ്യോ? ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ് അല്ലേടാ. അങ്ങനെയാണെങ്കിൽ മോണോ ഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ എന്തായിരുന്നു? 1:2:1 അല്ലേ. എന്തായിരുന്നു? ഡൈഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1:4:2:1:1 അല്ലേ. 121, 242, 121 അല്ലേ. പിന്നെ അവരുടെ ട്രിക്കുകളൊക്കെ നമുക്കറിയാം. അതിനോട് അത് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. 3:1 മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ 3:1 അതിനോട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. 1:3 3:1 3 9 ഡൈഹൈബ്രിഡ് റേഷ്യോ അങ്ങനെയും കിട്ടും നമുക്ക്. എല്ലാ റേഷ്യോ അങ്ങനെ കിട്ടും. ഓക്കെ അല്ലേ. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേടാ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കൂ പ്ലീസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് അല്ലെ, നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് നമ്മൾ ഏതൊക്കെയാ പഠിക്കുന്നത്? നോൺ മെന്റേലിയൻ പ്രിൻസിപ്പിൾസിൽ നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പഠിക്കുന്നുണ്ട്, മൾട്ടിപ്പിൾ അല്ലലീസ് പഠിക്കുന്നുണ്ട്, പ്ലിയോട്രോപ്പി പഠിക്കുന്നുണ്ട്, ലിഗേജ് ആൻഡ് റീകോമ്പിനേഷൻ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ മെന്റലിൽ നിന്നും വെന്റലിന്റെ നിയമത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളല്ലേ അവിടെയൊക്കെ ഫോം ചെയ്ത്. അതിനെക്കുറിച്ച് മെന്റൽ സംസാരിച്ചിട്ടില്ല. സോ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വെച്ച് കഴിഞ്ഞാൽ ഒരാളിലേക്ക് ഡോമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല. പാർഷ്യൽ ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ആണ് അവിടെ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത് അല്ലെ. അത് ഏതിലായിരുന്നു? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് മെയിനായിട്ട് കാൾ കോറൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് അല്ലെ, മെയിനായിട്ട് ഫ്ലവറിന്റെ കളർ വെച്ചിട്ടല്ലേ നോക്കിയത്. ഏതൊക്കെ പ്ലാന്റിന്റെ ഫ്ലവറിന്റെ കളർ അദ്ദേഹം നോക്കിയത്? ഒന്ന് സ്നാപ് ഡ്രാഗൺ, ഡോഗ് ഫ്ലവർ അല്ലെങ്കിൽ ആന്റി റൈനം എന്നൊക്കെ വിളിക്കും. രണ്ടാമത്തത് 4 o'clock പ്ലാന്റ് ദാറ്റ് ഈസ് മിരാബിലിസ് ജലാപ്പ അല്ലെ. റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും വെച്ചിട്ട് നോക്കി. അങ്ങനെ ക്യാപിറ്റൽ R സ്മോൾ r കിട്ടിയപ്പം അതെന്താണ്? അത് റെഡ് അല്ല, അത് പിങ്ക് കളറായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പോഴോ ഫിനോട്ടിപ്പിക് ജീനോട്ടിപ്പിക് റേഷ്യോ ഒക്കെ സെയിം ആണ്. 1:2:1 രണ്ട് കിട്ടിയത്. സോ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നമുക്ക് ഏതാന്ന് പറയാൻ പറ്റും? ദാറ്റ് ഈസ് സ്നാപ് ഡ്രാഗൺ പറയാം. ദാറ്റ് ഈസ് 2 ആണ് വരിക. ഇനി അടുത്ത പ്ലിയോട്രോപ്പി. എന്താ പ്ലിയോട്രോപ്പി? സാധാരണ ഒരു ജീന് കൺട്രോൾ ചെയ്യുന്നത് ഒരു ക്യാരക്ടറിന്റെ ഒരു ട്രേറ്റിനെ അല്ലേ. പക്ഷേ ഒന്നിലധികം എക്സ്പ്രഷൻസ് കൺട്രോൾ, ഫിസിക്കൽ അപ്പിയറൻസ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ, അങ്ങനെയുള്ള ജീനെയാണ് പ്ലിയോട്രോപ്പിക് ജീൻ എന്ന് വിളിക്കുക. അത് ഡ്രോസോഫിലിക് ചില ജീൻസുകൾ ഉണ്ട് അല്ലെ. നമ്മുടെ ശരീരത്തിൽ തന്നെ ഇല്ലേടാ പ്ലിയോട്രോപ്പിക് ജീൻ. പ്ലിയോട്രോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിൾ NCERT കൊടുത്തൊരു അസുഖം ഫിനൈൽ കീറ്റോണൂറിയ ഇല്ല. ഫിനൈൽ കീറ്റോണൂറിയ ഫീനൈൽ ഹൈഡ്രോക്സിലേസ് അലാനിൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ആണല്ലോ ഫീനൈൽ അലാനിനെ ടൈറോസിനാക്കി മാറ്റുന്നത്. അപ്പൊ ഈ ജീന് ഡിഫക്റ്റ് വന്നാൽ ആ എൻസൈമിന്റെ പ്രസൻസ് അവർക്ക് ഉണ്ടാവില്ല.
അപ്പൊ അങ്ങനെ ഫീനൈൽ അലാനിൻ എന്തായിട്ട് മാറും? പൈറുവിക് ആസിഡ് ആയിട്ട് അക്യുമുലേറ്റ് ചെയ്യാണ് ചെയ്യുക. ബ്രെയിനിലും നമ്മുടെ മൂത്രത്തിലൂടെ ഒക്കെ അത് വരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മെന്റൽ റിട്ടാർഡേഷനും അല്ലെ, ഒരൊറ്റ ജീന് ഡിഫക്റ്റ് വന്നപ്പോൾ മെന്റൽ റിട്ടാർഡേഷന്, ഹെയർ ലോസും സ്കിൻ പിഗ്മെന്റേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. സംഭവിക്കുന്നില്ലേ? ഇതാണ് പ്ലിയോട്രോപിക് ജീൻ. ഒരാൾ ഒന്നിലധികം ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നു. ദാറ്റ് ഈസ് പ്ലിയോട്രോപ്പി പി. ദാറ്റ് ഈസ് ഫിനൈൽ കീറ്റോണൂറിയ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ 3 കൊടുത്തൂടെ? യെസ്. അടുത്തത് മൾട്ടിപ്പിൾ അല്ലലീസ്. എടാ മൾട്ടിപ്പിൾ അല്ലലീസ് വെച്ചാൽ എന്താണ്? സാധാരണ ഒരു പെയർ ഓഫ് അല്ലലി നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയൊക്കെ അല്ലേടാ അല്ലേ? പക്ഷെ നിങ്ങൾ ഐ ജീൻ, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ജീനാണ് ഐ ജീൻ അല്ലേ? അത് ഐ എ ഉണ്ട്, ക്യാപിറ്റൽ ഐ ബി ഉണ്ട്, സ്മോൾ ഐയും ഉണ്ട് അല്ലേ? 2-ലധികം ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളതിനാണ് മൾട്ടിപ്പിൾ അല്ലലീസ് എന്ന് വിളിക്കുക. അപ്പൊ മൾട്ടിപ്പിൾ അല്ലലീസിന് എക്സാമ്പിൾ നമ്മളിവിടെ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ് കൊടുക്കാം. ദാറ്റ് ഈസ് 1. കോ ഡോമിനൻസിനും എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ് എക്സാമ്പിൾ അല്ലേ? ഐ എ ഐ ബി വരുന്നുണ്ട് അല്ലെ? 2 ആളും ഡോമിനേറ്റ് ചെയ്ത് വരുന്നല്ലേ? പോളിജെനിക് ഇൻഹെറിറ്റൻസ്. എന്താ പോളിജെനിക് ഇൻഹെറിറ്റൻസ്? കുറെ ജീന് ഒരു ക്യാരക്ടറിന്റെ ട്രേറ്റിനെ കൺട്രോൾ ചെയ്യാം. ഇപ്പൊ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, ക്യാപിറ്റൽ സി അല്ലെ? ഇതാണ് ഡാർക്ക് കളർ കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായോ? ഈ സ്മോൾ എ, സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ ബി, സ്മോൾ സി, സ്മോൾ സി, അതായിരിക്കും ലൈറ്റ് സ്കിന്നിന്റെ കളർ കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. ഇനി ക്യാപിറ്റൽ എ സ്മോൾ എ, ക്യാപിറ്റൽ ബി സ്മോൾ ബി, ക്യാപിറ്റൽ സി സ്മോൾ സി, അതാണെങ്കിൽ മുള്ളാറ്റോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഒരു ഇന്റർമീഡിയറ്റ്, നമ്മൾ ഇന്ത്യൻസിന്റെ കളറായി ഏകദേശം വരില്ല, ഡാർക്കും അല്ല ലൈറ്റും അല്ല, അതിനിടയിലുള്ള ഫോം വരും. സോ പോളിജെനിക് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ നമുക്ക് ഏത് പറയാം? സ്കിന്നിന്റെ കളർ പറഞ്ഞൂടെ? സോ 2314 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോടാ? 2314, 2314 ഉണ്ടല്ലോ. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേടാ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്. അഗൈൻ മാച്ച് ദ ഫോളോയിങ്. വെരി സിമ്പിൾ. സയന്റിസ്റ്റിനതാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ക്രോമസോമൽ സെഗ്രിഗേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെയുള്ള ജീൻസ് മൂവ് ചെയ്യുന്നൊക്കെ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ടല്ലേ? ദാറ്റ് ഈസ് ആരാണ്? തിയോഡോർ ബോവറി ആൻഡ് വാൾട്ടർ സട്ടൺ. ദാറ്റ് ഈസ് സട്ടൺ ആൻഡ് ബോവറി അല്ലേ? ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ദാറ്റ് ഈസ് 3. അതിന്റെ എക്സ്പെരിമെന്റലിലൂടെ തെളിയിച്ചത് നമുക്കറിയാം TH മോർഗൻ, തോമസ് ഹണ്ട് മോർഗൻ ആണ്. ഡ്രോസോഫില, മെലനോഗാസ്റ്റർ, ഫുൾ ഫ്ലൈൻ ഒക്കെ എടുത്തിട്ട് അപ്പം ലിങ്കേജ് നമ്മൾ അവിടെയല്ലേ ലിങ്കേജ് കോൺസെപ്റ്റ് അവിടെയല്ലേ പഠിക്കുന്നത്. സോ നമുക്ക് ലിങ്കേജ് ആര് പറയാം? മോർഗൻ പറയാം. ദാറ്റ് ഈസ് 2. ഫസ്റ്റ് എക്സ് ബോഡി എന്നുള്ളൊരു ഇത് നമുക്ക് മനസ്സിലാക്കി തന്ന സയന്റിസ്റ്റിന്റെ പേരെന്താ? ഹെങ്കിങ് അല്ലേ? ഹെങ്കിങ്. ദാറ്റ് ഈസ് 1. ജനറ്റിക് മാപ്പ് ആൽഫ്രഡ് സ്റ്റേർട്ട് 1. ദാറ്റ് ഈസ് 4. 3214 എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലേടാ വരാം? 3214 ഉണ്ടോ? ഉണ്ടല്ലോ. ദാറ്റ് ഈസ് 3214. ആദ്യത്തിലേ നമുക്ക് ആൻസർ കിട്ടൂലേ? ഓക്കെ. സോ സയന്റിസ്റ്റിന്റെ പേര് വെരി ഇമ്പോർട്ടന്റ് ആണ് മക്കൾസ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്. മാച്ച് ദ കോളംസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ. ഇപ്പൊ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്നാണ് എപ്പോഴും നമുക്ക് 2 ക്വസ്റ്റ്യൻ ജനറ്റിക് ഡിസോർഡേഴ്സ് ചോദിക്കാറുണ്ട്. സോ വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ അവിടെ എക്സ് ലിങ്ക്ഡ് റെസിസീവ് പഠിക്കുന്നുണ്ടല്ലേ? എക്സ് ലിങ്ക്ഡ് റെസിസീവ് ഏതൊക്കെ? എക്സ് ലിങ്ക്ഡ് റെസിസീവ് എക്സ് ക്രോമസോമിന് ഡോമിനന്റ് ഉള്ളതിനെ റെസിസീവ് ആക്കി മാറ്റി വരുന്ന സമയത്തുള്ള അസുഖങ്ങൾ ഏതൊക്കെയാ? ഹീമോഫിലിയ ഉണ്ട്, കളർ ബ്ലൈൻഡ്നെസ്സും ഉണ്ട്. പിന്നെ ഓട്ടോസോമൽ റെസിസീവ് നമ്മൾ ഫീനൈൽ കീറ്റോണൂറിയ പോലത്തെ, സിക്കിൾ സെൽ അനീമിയ പോലത്തെ ആൾക്കാരൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേടാ? ഇല്ലേ? പക്ഷെ ഓട്ടോസോമൽ ഡോമിനന്റ് ഒറ്റ ആളെ നമ്മൾ പഠിക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് മയോട്ടോണിക് ഡിസ്ട്രോഫി. മയോട്ടോണിക് ഡിസ്ട്രോഫി. സോ ഹീമോഫിലിയ എന്താണ്? എക്സ് ലിങ്ക്ഡ് റെസിസീവ് ആണ്. ഹീമോഫിലിയ എന്താണ്? എക്സ് ലിങ്ക്ഡ് അല്ലെങ്കിൽ എക്സ് ക്രോമസോം എന്ന് പറയുമ്പോൾ സെക്സ് ക്രോമസോം. സോ സെക്സ് ലിങ്ക്ഡ് റെസിസീവ് ആണ്. സോ നമുക്ക് ഏത് പറയാം? 2 പറയാം. സിക്കിൾ സെൽ അനീമിയ പോയിന്റ് മ്യൂട്ടേഷൻ എക്സാമ്പിൾ അല്ലേ? സിക്കിൾ സെൽ അനീമിയ 6th പൊസിഷനിൽ അല്ലെ? ബീറ്റാ ചെയിനിൽ അമിനോ ആസിഡിനെ റീപ്ലേസ് വരെയല്ലേ? വാലൈൻ ഗ്ലൂട്ടാമിക് ആസിഡ് ആയിട്ട് റീപ്ലേസ് ചെയ്യല്ലേ? സോ പോയിന്റ് ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എക്സാമ്പിൾ, പോയിന്റ് മ്യൂട്ടേഷൻ എക്സാമ്പിൾ അല്ലേ സിക്കിൾ സെൽ അനീമിയ? അതേപോലെ ഓട്ടോസോമൽ റെസിസീവ് ആണ്. ഓട്ടോസോമൽ റെസിസീവ് ദാറ്റ് ഈസ് 1. ഓക്കെ. മയോട്ടോണിക് ഡിസ്ട്രോഫി. മയോട്ടോണിക് ഡിസ്ട്രോഫിന്റെ പെഡിഗ്രി ചാർട്ട് ഒക്കെ നമ്മൾ NCERT ഉണ്ട് അല്ലെ? ഡോമിനന്റ്, ഓട്ടോസോമൽ ഡോമിനന്റ് ആണ്. എല്ലാ അവിടെ ജനറേഷൻ സ്കിപ്പിംഗ് ഇല്ല. ദാറ്റ് ഈസ് ഓട്ടോസോമൽ ഡോമിനന്റ് ആണ്. എല്ലാ ജനറേഷനിലും നമുക്ക് അസുഖം കാണുന്നുണ്ട്. സോ 3 ഓട്ടോസോമൽ ഡോമിനന്റ് ആണ്. ക്ലിൻഫിൽട്ടർ സിൻഡ്രോം. എന്താ ക്ലിൻഫിൽട്ടർ സിൻഡ്രോം? ഗൈനക്കോമാസ്റ്റിയ കണ്ടീഷൻ നമ്മൾ അവിടെ പഠിക്കുന്നല്ലേ? സാധാരണ ഒരു മനുഷ്യന് 46 ക്രോമസോം, 44 ഓട്ടോസോം പ്ലസ് 2 സെക്സ് ക്രോമസോം അല്ലേ? പക്ഷെ ഇവർക്ക് 44 ഓട്ടോസോമിന്റെ കൂടെ XY ആണ് മെയിൽ, അതിലേക്ക് ഒരു എക്സും കൂടി വരും. ദാറ്റ് ഈസ് 47 ക്രോമസോം ഉണ്ടാവും. അതാണ് അവരെ കാരിയോടൈപ്പ്. ക്ലിൻഫിൽട്ടർ സിൻഡ്രോം എന്നൊക്കെ പറയാറുണ്ട്. ശരിയല്ലേ? ദാറ്റ് ഈസ് ക്രോമസോമൽ ഡിസോർഡർ ആണ്. ക്രോമസോം അഡീഷണലി വരില്ല. ദാറ്റ് ഈസ് 2n+1 ട്രൈസോമി ആണ്. ഓക്കെ. ദാറ്റ് ഈസ് 4. സോ 2134 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോടാ? 2134. 2134 ഇതെല്ലാം ആൻസർ വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഇസ് റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്. ഫൈൻഡ് ഔട്ട് ദ മിസ്മാച്ച്ഡ് പെയർ. ഏതാണ് മിസ്മാച്ച് പെയർ? അഗൈൻ ക്വസ്റ്റ്യൻ ഫ്രം ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ്. ഹീമോഫിലിയ സെക്സ് ലിങ്ക്ഡ് റെസിസീവ്. ശരിയാണ്. അതിന്റെ കൂടെ കളർ ബ്ലൈൻഡ്നെസ്സും സെക്സ് ലിങ്ക്ഡ് റെസിസീവ് ആണ്. ഫീനൈൽ കീറ്റോണൂറിയ ഓട്ടോസോമൽ റെസിസീവ്. PKU എന്നൊക്കെ പറയുന്ന ഫീനൈൽ കീറ്റോണൂറിയ അല്ലേ? നമ്മൾ പ്ലിയോട്രോപിക് ഒക്കെ എക്സാമ്പിൾ പറഞ്ഞില്ലേ? അയാൾ ഓട്ടോസോമൽ റെസിസീവ് കറക്റ്റ് ആണ്.
ഡൗൺ സിൻഡ്രോം ട്രൈസോമി അല്ലെ 21ാമത്തെ ക്രോമസോമിന് അഡീഷണലി ഒരു പേര് വരില്ലേ, അതുകൊണ്ട് 2n+1 ആണ് 21st ട്രൈസോമി അല്ലെ. ഇവർക്ക് ഓട്ടോസോം ആണ് കൂടുന്നത്, മനസ്സിലായോ? സോ ഇവർക്ക് 45 ഓട്ടോസോമും ഒരു സെക്സ് ക്രോമസോമും ഉണ്ടാവും. ആണാണ് പെണ്ണ് അല്ലെ, മനസ്സിലായോ? സോ 47 ക്രോമസോംസ്. ഇത് ട്രൈസോമി ആണ്, 2n+1 കറക്റ്റ് ആണ്. ടെർണർ സിൻഡ്രം വൈ ലിങ്ക്ഡ് ആണോ? എടാ ടെർണർ സിൻഡ്രം എന്ന് വെച്ചാൽ ഒരു എക്സ് ക്രോമസോമിന്റെ ആബ്സെൻസ് അല്ലേ. 44 ഓട്ടോസോം പ്ലസ് എക്സ് ഓ എന്നാ പഠിച്ചപ്പോൾ 45 ക്രോമസോം ഇവർക്ക് ഉണ്ടാവുള്ളൂ. 2n-1 മോണോസോമിക് എക്സാമ്പിൾ അല്ലേ ഇത്. അന്യൂപ്ലോയിഡ് അന്യൂപ്ലോയിഡിന്റെ ഏത് അന്യൂപ്ലോയിഡ് ആണ് ഇത് ടൈപ്പ്? ദാറ്റ് ഈസ് മോണോസോമി ആണ്, 2n-1 ആണ്. സോ വൈ ലിങ്ക്ഡ് അല്ല, എക്സ് അല്ലേ. ഇവിടെ ഉള്ള ഒരു ക്രോമസോം പോവല്ലേ, ഫീമെയിൽ അല്ലേ മെയിൻ ആയിട്ട് സംഭവിക്കാറ്. സോ വൈ ലിങ്ക്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ മിസ് മാച്ച് പെയർ ഓപ്ഷൻ 4 is the right answer. ഓക്കെ അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, എന്റെ മക്കൾ ശ്രദ്ധിക്കണം കേട്ടോ. സ്റ്റേറ്റ്മെന്റും അസേർഷനും ഒക്കെയാണ്. സോ സ്റ്റേറ്റ്മെന്റ് ഫീനൈൽ പൈറുവേറ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ ദ കേസ് ഓഫ് ഫീനൈൽ കീറ്റോണൂറിയ ഇൻ യൂറിൻ. നമുക്കറിയാം PKUന്റെ കേസിൽ ഫീനൈൽ അലാനിനെ ശരിക്കും മെറ്റബോളിസം ടൈറോസിനാക്കി കൺവേർട്ട് ചെയ്യലാണ്. അതിന് സഹായിക്കുന്ന എൻസൈം ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് ആണ്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിന് ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈം അവർക്ക് ആബ്സെൻസ് ആയിരിക്കും ഉണ്ടാവില്ല. അതിന്റെ ഭാഗമായിട്ട് ഫീനൈൽ അലാനിൻ ടൈറോസിൻ ആവില്ല, പകരം ഫീനൈൽ പൈറുവിക് ആസിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഫീനൈൽ പൈറുവേറ്റ് ആവുകയാണ് ചെയ്യുക. എന്നിട്ട് ഈ സാധനം നമ്മുടെ ബ്രെയിനിൽ അക്യുമുലേറ്റ് ചെയ്യും, കുറെയൊക്കെ യൂറിലൂടെ ഒക്കെ എക്സ്ക്രീറ്റ് ചെയ്ത് പോവാണ് ചെയ്യുക. അപ്പൊ കിഡ്നിക്കൊക്കെ തകരാറ് വരാനുള്ള സാധ്യത കൂടുതലല്ലേ. സോ ഫീനൈൽ പൈറുവേറ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ ദ കേസ് ഓഫ് ഫീനൈൽ കീറ്റോണൂറിയ ഇൻ യൂറിൻ അല്ലെ. ഫീനൈൽ പൈറുവേറ്റ് അല്ലേ, കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ലാക്ക് എൻസൈം. ഏത് എൻസൈം ആണ് ഒരു ലാക്ക് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. സോ അത് തന്നെയല്ലേ അവിടെ കൊടുത്തിട്ടുള്ളത്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും അല്ലെ, ഒരു ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ അല്ലേ. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 is the right answer. സെറ്റ് അല്ലേടാ, റെഡി അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഈസ് എൻ എക്സാമ്പിൾ ഫോർ പ്ലിയോട്രോപ്പി. ആണോ? ABO ബ്ലഡ് ഗ്രൂപ്പ് പ്ലിയോട്രോപ്പിക് എക്സാമ്പിൾ ആണോടാ? എന്താണ് പ്ലിയോട്രോപ്പി? ഒരാള് മോർ ദാൻ 1 ട്രേറ്റ്സിനെ, ക്യാരക്ടേഴ്സുള്ള ട്രേറ്റ്സിനെ കൺട്രോൾ ചെയ്യല്ലേ. ഒരു ഇൻസെക്ട് എടുക്കുക, അതിന്റെ വിങ്ങിന്റെ സൈസും ആ വിങ്ങിന്റെ ഷേപ്പും ഒരു ജീൻ കൺട്രോൾ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പ്ലിയോട്രോപ്പിക് ജീൻ എന്ന് വിളിക്കുക, ശരിയല്ലേ? അപ്പം ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഒക്കെ മെയിൻ ആയിട്ട് നമുക്ക് ഏതിനാ മൾട്ടിപ്പിൾ അല്ലലീസ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. കാരണം IG-ന് 3 ടൈപ്പ് ഉണ്ട്. അതേപോലെ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് കോഡോമിനൻസിന് എക്സാമ്പിൾ പറയുന്നുണ്ട്. കാരണം IA IB രണ്ടാളും ഡോമിനേറ്റ് ചെയ്യുന്നു, IA-യും AB. അതുകൊണ്ട് AB ബ്ലഡ് ഗ്രൂപ്പ് എന്നല്ലേ പറയാ. അപ്പൊ പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. എന്താണ് സ്റ്റേറ്റ്മെന്റ് 2? വെൻ ജീൻ IA and IB ആർ പ്രസന്റ് ടുഗദർ ഇൻ എ ബ്ലഡ് ഗ്രൂപ്പ് ദെൻ ദേ ഷോസ് കോഡോമിനൻസ് അല്ലെ. IA IB ആണെങ്കിൽ, ക്യാപിറ്റൽ IA ക്യാപിറ്റൽ IB ആണെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആരാണ്? അതിന്റെ ജീനോടൈപ്പ് ഏതാണ്? സോറി, അതിന്റെ ജീനോടൈപ്പ് അല്ല, ജീനോടൈപ്പ് ഇതാണ്. അതിന്റെ ഫീനോടൈപ്പ് ഏതാണ്? അതിന്റെ ഫീനോടൈപ്പ് AB ആണ് അല്ലെ. ABO ബ്ലഡ് ഗ്രൂപ്പിംഗിൽ അപ്പം എത്ര ഫീനോടൈപ്പ് ഉണ്ട്? 4 ഫീനോടൈപ്പ് അല്ലേ ഉണ്ടാവുക? A B A B O അല്ലെ, സ്മോൾ ഐ. എത്ര ജീനോടൈപ്പാ? 6 ജീനോടൈപ്പ് ഉണ്ടാവും. കാരണം A ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ IA പിന്നെ ക്യാപിറ്റൽ IA സ്മോൾ I ഹെട്രോസൈഗസ് കണ്ടീഷൻ അവിടെ ഇല്ലേ. അതേപോലെ ബിയിലും ഉണ്ട് 2 എണ്ണം വെച്ചിട്ട്, അപ്പൊ 4 എണ്ണമായി. പിന്നെ IA IB ഒറ്റ ഒന്നേ ഉള്ളൂ, സ്മോൾ I 1. അങ്ങനെ 6 ജീനോടൈപ്പ് ഉണ്ട്, 4 ഫീനോടൈപ്പ് എന്നുള്ള കാര്യം കൂടി എന്റെ മക്കൾ അവിടെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ അല്ലേടാ? സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 is the right answer. സെറ്റ് അല്ലേടാ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, XXXY type of sex determination mechanism is an example for male heterogamety. എടാ XXXY ഒക്കെ മെയിൻ ആയിട്ട് നമ്മളിലൊക്കെ ഇത് തന്നെയല്ലേ, ഹ്യൂമൻ ബീങ്സിൽ ഇതാണ്. അതുപോലെ ഡ്രോസോഫില, ശരിക്കും ഇൻസെക്റ്റിൽ അധികം ഇൻസെക്റ്റും XXXO മെക്കാനിസം അല്ലേ. പക്ഷെ ഡ്രോസോഫില പോലത്തെ ഇൻസെക്റ്റില് XXXY ആണ്, അങ്ങനെയല്ലേ. പിന്നെ ഗ്രാസ് ഹോപ്പർ, കോക്രോച്ച് പോലത്തെ ഇൻസെക്റ്റിലൊക്കെ ഏതാണ്? XXXO മെക്കാനിസം എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്, എല്ലേടാ? പക്ഷെ ഡ്രോസോഫിലയിലും ഹ്യൂമൻ ബീങ്സിലും XXXY മെക്കാനിസം ആണ് അല്ലെ. അതില് ഫീമെയില് ഹോമോ ആണ്, മെയില് ഹെറ്ററോ ആണ്. സോ മെയിൽ ഹെട്രോഗാമറ്റി എന്നാണ് പറയുക, കറക്റ്റ് അല്ലേ? ഇല്ലേ? അപ്പൊ XXXY മെയിൽ ഹെട്രോഗാമറ്റിക് എക്സാമ്പിൾ അല്ലേ, കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. ഇൻ ബേർഡ്സ് മെയിൽ ഹെട്രോഗാമറ്റി ഈസ് സീൻ ആസ് മെയിൽസ് പ്രൊഡ്യൂസ് 2 different types of gametes. എടാ, ബേർഡ്സിന്റെ മെയിൻ ആയിട്ടുള്ള ക്രോമസോം ZW മെക്കാനിസം അല്ലേ. അവിടെ Z ആണടാ അവിടെ മെയില്, അവിടെ ഫീമെയിൽ ആണ് ഹെറ്ററോഗാമെറ്റ്സ്. അവിടെ ഫീമെയിൽ ആണ് ഹെറ്ററോഗാമെറ്റ്സ് ZW, because 50% of the egg carries Z chromosome and 50% of the egg carries W chromosome.
അവിടെ ഫീമെയിൽ ഹെറ്ററോഗാമറ്റി ആണ് ബേർഡ്സിൽ. ജനിക്കാൻ പോകുന്ന ആളാണോ പെണ്ണോ നിർണ്ണയിക്കുന്നത് ഫീമെയിൽ ബേർഡ്സ് ആണ്. മനസ്സിലായോ? അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? എല്ലാ ബേർഡ്സിൽ ഫീമെയിൽ ഹെറ്ററോഗാമറ്റി ആണെന്നുള്ള കാര്യം എന്റെ മക്കൾ മനസ്സിലാക്കണം. നമ്മളിൽ നിന്നും നേരെ ഉൾട്ട ഓപ്പോസിറ്റ് ആണ് അവര്, കേട്ടോ. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. സെറ്റ് അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ഓക്കെ അല്ലേ? അസേർഷൻ റീസൺ ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. സിക്കിൾ സെൽ അനീമിയ ഈസ് എ പോയിന്റ് മ്യൂട്ടേഷണൽ ഡിസോർഡർ. ശരിയല്ലേ? എടാ സിക്കിൾ സെൽ അനീമിയ 6th എന്താ പോയിന്റ് മ്യൂട്ടേഷൻ? ഒരു ബേസ് പെയറിൽ ചേഞ്ച് വരുന്നതിനല്ലേ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുക. എന്താണ് മ്യൂട്ടേഷൻ? ഒരു DNA സെഗ്മെന്റിന് ഓൾട്രേഷൻ സംഭവിക്കുന്നതിനല്ലേ മ്യൂട്ടേഷൻ എന്ന് വിളിക്കുക. അങ്ങനെയുള്ള കോസറ്റീവ് ഏജന്റിനെ ആ മ്യൂട്ടേഷൻ അല്ലെ, അതിന് കാരണക്കാരുള്ള ഏജന്റിന് മ്യൂട്ടാജൻസ് ഒക്കെ വിളിക്കാറുണ്ട്. ശരിയല്ലേ? അങ്ങനെയുള്ള മ്യൂട്ടേഷൻ 2 ടൈപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്, പോയിന്റ് മ്യൂട്ടേഷൻ ആൻഡ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഒരു അഡീഷനും ഡിലീഷനും ഒക്കെ വരികയാണെങ്കിൽ അത് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനിലെ. ഇവിടെ ഒരു ഒറ്റ ബേസ് പെയറിൽ ചേഞ്ച്, ഒരു പോയിന്റിലാണ്, ഒരു പോയിന്റിൽ ഒരു ചെയിനിലുള്ള ചേഞ്ച് അല്ല, അവിടെ 6th പൊസിഷനിലുള്ള അല്ലെ, ബീറ്റാ ചെയിനിലുള്ള ചേഞ്ചസ് അല്ലേ. സോ അതാണ് പോയിന്റ് മ്യൂട്ടേഷൻ, കറക്റ്റ് ആണ്. ഇൻ സിക്കിൾ സെൽ അനീമിയ RBCs ബിക്കം സിക്കിൾ ഷേപ്പ് അല്ലെ, സിക്കിൾ അരിവാൾ അല്ലെ, അതിന്റെ ഒരു ഷേപ്പായിട്ട് അല്ലെ, RBC ഒക്കെ ഇങ്ങനെ ബൈക്കോൺകേവ് ഷേപ്പിൽ ഇങ്ങനെ ഒരു സിക്കിൾ ഷേപ്പായിട്ട് മാറുന്നത് കറക്റ്റ് ആണ്. പക്ഷേ ഇവിടെ ഇതിന് റീസൺ കറക്റ്റ് ആണോ? എടാ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കാൻ കാരണം അവിടെ ഒരു സിംഗിൾ ബേസ് പെയറിൽ അമിനോ ആസിഡ് റീപ്ലേസ് ചെയ്യപ്പെടാണ്. അതാണ് റീസൺ ആയിട്ട് പറയേണ്ടത്. അതാണ് റീസൺ പറഞ്ഞിരിക്കുന്നത്. എല്ലാ 2 സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് അല്ലേ? അപ്പൊ ഏതാണ് ആൻസർ കൊടുക്കാൻ പറ്റുക? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് റീസൺ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേർഷൻ അല്ലേടാ. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എപ്പോഴും നിങ്ങൾ അസേർഷൻ വായിക്കുമ്പോൾ കൂടെ ബിക്കോസ് ഇട്ടിട്ട് വേണം റീസൺ വായിക്കാൻ. അപ്പൊ നമുക്ക് 1 or 2 എന്നുള്ള കൺഫ്യൂഷൻ ഒഴിവായി കിട്ടും. അടുത്തത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഹാപ്ലോ ഡിപ്ലോയിഡ് കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നല്ലേ, ഹണി ബീസിലും വാസ്പ് കടന്നലിലും അതുപോലെ ആൻഡ് ഉറുമ്പിലൊക്കെ ഹാപ്ലോ ഡിപ്ലോയിഡ് ആണ്. ഹണി ബി ഡു നോട്ട് ഹാവ് ഫാദർ ആൻഡ് ദസ് കനോട്ട് ഹാവ് സൺസ്. ഇത് NCERT സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾക്കറിയാം എടാ ക്വീൻ അല്ലെ, ക്വീൻ എന്താണ്? പെണ്ണല്ലേടാ, ഫീമെയിൽ അല്ലേ. അപ്പൊ ഫീമെയിൽ ഒക്കെ ഡിപ്ലോയിഡ് ആണ്, 2N ആണ്. ഇവര് മിയോസിസ് മെത്തേഡ് വഴിയാണ് എഗ്ഗിനെ ഉണ്ടാക്കുക അല്ലെ. എഗ് എന്താണ്? ഹാപ്ലോയിഡ് അല്ലേ. അപ്പൊ മിയോസിസ് നടന്നുകൊണ്ട് 16 ക്രോമസോം അതിൽ ഉണ്ടാവുക. ഡിപ്ലോയിഡ് ആകുമ്പോൾ 32 ക്രോമസോം, 2N ആണ്. അങ്ങനെ ഈ ചില എഗ് നമുക്കറിയാം ഡെവലപ്മെന്റ് ഓഫ് എ ന്യൂ ഓർഗാനിസം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ അല്ലെ. ബോട്ടണിയിൽ പാർത്തനോ കാർപ്പി എന്ന് പഠിക്കും, ഇവിടെ നമ്മൾ പാർത്തനോ ജനസിസ് എന്നാ വിളിക്കുക. ഒരു ഫെർട്ടിലൈസേഷൻ നടക്കാതെ എഗ് വിരിയും അല്ലേ. അങ്ങനെയാണ് ഡ്രോണുകൾ ഉണ്ടാവുക. ഡ്രോൺ എന്താണ്? മെയിലാണ്. അപ്പൊ 16 എന്നല്ലേ ഉണ്ടായത്. അപ്പൊ മെയിൽ എന്താണ്? ഹാപ്ലോയിഡ് ആണ്, 16 ആണ്. മനസ്സിലായോ? അങ്ങനെ ഈ ഡ്രോണിൽ നിന്നും മൈറ്റോസിസ് വഴിയാണ്, ശ്രദ്ധിക്കണേ, മൈറ്റോസിസ് വഴി, ഇതിന്റെ മൈറ്റോസിസ് മെത്തേഡ് വഴിയാണ് ഇതിൽ ഇവരെ സ്പേം ഉണ്ടാവൂലേ, ഇവരെ ഗാമറ്റ് ഉണ്ടാവൂലേ. ഇപ്പൊ മൈറ്റോസിസ് ആയതുകൊണ്ട് ഇതൊക്കെ 16 ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെ ഇവരെ ഗാമറ്റ് പോയിട്ട് ഈ ബാക്കിയുള്ള മുന്നത്തെ ക്യൂവിന്റെ എഗ്ഗിൽ പോയിട്ട് പതിക്കും അല്ലെ. അവര് ഫ്യൂഷൻ ചെയ്ത് ഉണ്ടാകുന്ന കുഞ്ഞാണ് ആര്? ആ കുഞ്ഞ് എല്ലാവരും വർക്കർ ഹണിബീസ് എന്നാ പറയാ. അത് ഫീമെയിൽ ആയിരിക്കും. വർക്കർ ഹണിബീസ് ആണ്, ഫീമെയിൽ ആയിരിക്കും. നല്ല ഫാമിലി അല്ലേ? ഓക്കെ, അവര് അങ്ങനെയല്ലേ കോൺസെപ്റ്റ് വരുന്നത്, വർക്കർ ഹണിബീസ് അല്ലേ. അപ്പൊ വർക്കർ ഹണിബീസ് ഇയാളും കൂടി ചേർന്നാൽ ഡിപ്ലോയിഡ് അല്ലേ ഉണ്ടാവുക. വർക്കർ ഹണിബീസ് ഫീമെയിൽ ആണ്, 2N ആണ്, ഡിപ്ലോയിഡ് ആണ്, ക്രോമസോം 32 ഉണ്ടാവും. അവർക്ക് കുട്ടികളുടെ കപ്പാസിറ്റി ഒന്നും ഉണ്ടാവില്ല. പിന്നീടോ ഈ ക്വീൻ ഇല്ലാതാവുമ്പോൾ വർക്കർ ഹണിബീസിൽ അല്ലെ, ഒരു കോളനിക്ക് ഒരു ക്വീൻ അല്ലേ ഉണ്ടാവുക. ഈ വർക്കർ ഹണിബീസില് ഇവരെന്ത് ചെയ്യും? ഇവരെ ഓവർക്ക് റുഡിമെന്ററി ആയിരിക്കും. അപ്പൊ അവർ റോയൽ ജെല്ലി കഴിക്കും അല്ലെ. അപ്പൊ ആ റോയൽ ജെല്ലി എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓവറൊക്കെ അടിപൊളിയാവും അല്ലെ. ബാക്കിയുള്ള ചില ജീനിൽ അവിടെ ചെറിയൊരു ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ അതിൽ ഒരാൾ ക്വീൻ ആയിട്ട് മാറും. അത് പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നിങ്ങൾ നോക്ക്, ഡ്രോണിന്റെ അമ്മയാണ് ശരിക്കും ഇത്. ഡ്രോണിന് അച്ഛനുണ്ടോ? ഇല്ല. ഡ്രോണിന് അച്ഛനുണ്ടോടാ? ഇല്ല. ഇനിയോ ഈ ഡ്രോണ് ഇതിലാക്കി നിങ്ങൾക്ക് നോക്കി. അപ്പൊ ഡ്രോണിന്റെ കുഞ്ഞാണ് ശരിക്കും വർക്കർ ഹണിബീസ് ആയിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ ഹണി ബി ഡു നോട്ട് ഹാവ് ഫാദർ, അവർക്ക് ശരിക്കും ഒരു അച്ഛനില്ല. ക്യൂൻ അല്ലേ ഉള്ളത്, ഒരു അച്ഛനായിട്ടില്ല. വേണമെങ്കിൽ വർക്കർ ഹണിബീസിന്റെ കേസ് എടുത്തിട്ട് അച്ഛനായിട്ട് ഇയാളെ വേണമെങ്കിൽ പറയാം അല്ലെ. പക്ഷെ ഡയറക്റ്റ് ഫാദർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റൂല. സോ ഹണി ബി ഡു നോട്ട് ഹാവ് ഫാദർ, അതുകൊണ്ട് സൺ അവർക്കില്ല അല്ലെ. ഫാദർ ഇല്ലാത്തത് കൊണ്ട് സൺ ഇല്ല. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. റീസൺ, മെയിൽ ഇൻ ഹണി ബി പ്രൊഡ്യൂസ് സ്പേംസ് ബൈ മിയോസിസ്. എടാ ഹണിബിയില് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിയോസിസ് ആണോ? അത് മൈറ്റോസിസ് അല്ലേ. നിങ്ങൾ നോക്ക്, സ്പേമിനെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡ്രോണ്, മെയില് മൈറ്റോസിസ് മെത്തേഡ് വഴിയാണ് സ്പേം. മിയോസിസ് അല്ല. മിയോസിസ് മെയിനായിട്ട് ക്വീൻ ആണ് കേട്ടോ. സോ മിയോസിസ് അല്ല, മൈറ്റോസിസ് ആണ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ അസേർഷൻ ഇവിടെ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ്. അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ് ആണ് പറയാ. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ.
സോ സെറ്റ് അല്ലേടാ. സോ NCERT റിലേറ്റഡിലുള്ള സ്റ്റേറ്റ്മെന്റ് വൈസും അസേഷനൊക്കെ ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അതുപോലെ ഒരു കാര്യം കൂടി എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതുവരെ നിങ്ങൾ ഒരുപാട് മോക്ക് ടെസ്റ്റ് സീരീസ് എഴുതിയ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ +2 എക്സാം കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികൾ, അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവാം. നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിലവിൽ തെറ്റുന്നുണ്ടോ ആ തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് പഠിക്കണം. മുന്നേ ചിലപ്പോൾ എക്സാം ചെയ്ത കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, അവിടെ ഒരുപാട് എക്സാംസ് നിങ്ങൾ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് മാത്രം നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യണം കേട്ടോ. കാരണം അതേപോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഇനി ശരിയാക്കാൻ പറ്റണ്ടേ. ഓക്കെ അല്ലടാ. സോ മറ്റൊരു സീരീസുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കൂ. ഓൾ ദി ബെസ്റ്റ് മക്കൾസ്. ബൈ ബൈ.